ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം നടക്കുക. ഈ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലും ബംഗാളിൻ്റെ കുറച്ച് സീറ്റുകളിലും തിരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഷെഡ്യൂൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാണ്: നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എവിടെ നിൽക്കുന്നു. ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എത്രയോ സ്റ്റേറ്റുകളുടെ തെരഞ്ഞെടുപ്പ് ഒരേ ദിവസം നടത്താൻ സാധിച്ചു. പല ഘട്ടങ്ങളിലായിരുന്നു, പക്ഷേ ഒരു ദിവസം എത്ര സ്റ്റേറ്റാണ്? അപ്പോൾ കേരളവും തമിഴ്നാടും ആസാമും പശ്ചിമ ബംഗാളും പുതുശ്ശേരി ഇത്ര സ്ഥലത്താണ് തിരഞ്ഞെടുപ്പ്. ഇത് ഒരേ ദിവസം നടത്താൻ ഒരു ബുദ്ധിമുട്ടുമല്ല. പക്ഷേ എന്നിട്ടും ഒരു ഷെഡ്യൂൾ മാറ്റുന്നു, ബംഗാളിന് വേണ്ടി മാറ്റിയിടുന്നു, അത് തന്നെ രണ്ടാക്കുന്നു. ഇത് വളരെ കൃത്യമല്ലേ? ദേശീയ നേതാക്കൾക്ക്, പ്രത്യേകിച്ചും പ്രധാനമന്ത്രിക്കും അമിത്ഷായും അടങ്ങുന്ന BJP നേതൃത്വത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി തന്നെയാണ് ഈ ഷെഡ്യൂൾ ഇങ്ങനെ ആക്കിയിരിക്കുന്നുള്ളത്. ആവട്ടെ, പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓരോ തീരുമാനങ്ങൾ വരുന്നു. പ്രധാനമന്ത്രിമാരും അല്ലെങ്കിൽ അതുപോലത്തെ ഔദ്യോഗിക മിഷണറികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണം നടക്കുന്നു. അതിലേക്കൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനൊന്നും നോക്കുന്നു പോലുമില്ല. കാർഗേയ്ക്ക് നോട്ടീസ് കൊടുത്തു, പ്രതിപക്ഷത്തിരിക്കുന്ന ആളായതുകൊണ്ട്. പക്ഷേ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പദവി ഉപയോഗിച്ച് ഔദ്യോഗികമായി ദൂരദർശനിലൂടെ തന്നെ നടത്തിയ പ്രക്ഷേപണം പൂർണ്ണമായും രാഷ്ട്രീയമാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മുടെ ദേശീയ രാഷ്ട്രീയവും നമ്മൾ ഏറ്റവും വലുതെന്ന് കണക്കാക്കുന്ന ജുഡീഷ്യറിയും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ ഇത്ര ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അത് നിലനിൽക്കെ തന്നെ ഞാനതിലേക്ക് കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയ രംഗത്ത് BJP ഏതെല്ലാം കുതന്ത്രം സ്വീകരിക്കുമെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനിയും നമുക്കത് പ്രതീക്ഷിക്കണം. പക്ഷേ വേറൊരു അഭിപ്രായ പ്രകടനം നമ്മുടെ പ്രധാനമന്ത്രിയുടെ വളരെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. അതാണ് സുഹൃത്തും ഇങ്ങോട്ട് പറയുന്നത്, ട്രംപ്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ എന്നുള്ളതല്ല, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ രാജ്യമാണ് ഇന്ത്യ എന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയും ചൈനയും പോലെയുള്ള നരകക്കുഴി എന്നുള്ള വാചകം അമേരിക്കയുടെ പ്രസിഡൻറ്റ് അത്തരം ഒരു പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് പറഞ്ഞത്. അദ്ദേഹം ഷെയർ ചെയ്ത ഒരു പോസ്റ്റ്, അത് മൈക്കിൾ സാവേജ് എന്ന് പറയുന്ന ഒരു റേഡിയോ മീഡിയ പ്രവർത്തകൻ്റെയാണ്. സാവേജിൻ്റെ വാക്ക് തന്നെ നമുക്കറിയാം. സാവേജ് എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ കാട്ടാളൻ എന്നാണ് അർത്ഥം. കാട്ടാളനും അപ്പുറം ഒരു വാക്ക് ഇദ്ദേഹത്തെ വിളിക്കണമെന്ന് നമുക്കറിയില്ല. അദ്ദേഹം ഉപയോഗിച്ച പ്രയോഗം ഇതാണ്: ഇന്ത്യയും ചൈനയും പോലുള്ള നരകക്കുഴിയിൽ നിന്നും ആളുകൾ അവരുടെ കുടുംബമടക്കം അമേരിക്കയിലേക്ക് വരുന്നു. 9 മാസം ഗർഭിണിയായ സ്ത്രീകൾ ഇവിടെ വന്ന് കൃത്യമായി അമേരിക്കയിൽ വരുന്ന അമേരിക്കയുടെ മണ്ണിൽ പ്രസവിച്ച് കുട്ടികളെ അമേരിക്കക്കാരാക്കാൻ ശ്രമിക്കുന്നു. ഇത് അമേരിക്കയുടെ സംസ്കാരത്തെയും ജോലി സാധ്യതകളെയും ബാധിക്കും. അതുപോലെ എടുത്ത് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഏറ്റവും വലിയ സുഹൃത്തായ മോഡിയുടെ സുഹൃത്തായ ട്രംപ്. ഇത് പറയുമ്പോൾ നമ്മളൊന്ന് ഓർക്കണം, എന്താണ് യഥാർത്ഥത്തിൽ അമേരിക്ക? ഇന്ത്യയുടെ സംസ്കാരവുമായി നോക്കുമ്പോൾ, ഇന്ത്യയുടെ ചരിത്രവുമായി നോക്കുമ്പോൾ അമേരിക്കയുടെ ചരിത്രം എന്താണ്? ഈ പറയുന്ന അമേരിക്കയിൽ ഇങ്ങനെ വന്നവരല്ലാതെ ഉള്ളത് 574 അവിടുത്തെ നാട്ടുജാതിക്കാരാണ്. അവരെ അമേരിക്കൻ ഇന്ത്യൻസ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. വേറെ പേര് നേരത്തെ ഉപയോഗിച്ചിരുന്നു, ആ പേര് ഇപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല, റെഡ് ഇന്ത്യൻ എന്നുള്ള പേര്. അങ്ങനെ 574 പ്രത്യേക സമുദായം, നാട്ടുജാതി എന്നൊക്കെ പറയാവുന്ന രീതിയിലുണ്ടായിരുന്ന ആളുകളാണ് അമേരിക്കയിലുണ്ടായിരുന്നത്. 1492 ഇന്ത്യയെ തപ്പിയിറങ്ങിയ ഒരു ഇറ്റാലിയൻ നാവികനാണ്, അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാം, ക്രിസ്റ്റഫർ കൊളംബസ്. അദ്ദേഹമാണ് അമേരിക്ക കണ്ടുപിടിച്ചതെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ അദ്ദേഹം യഥാർത്ഥത്തിൽ അമേരിക്കയിൽ എത്തിയില്ലായിരുന്നു എന്നും നമുക്കറിയാം. അദ്ദേഹം തൊട്ടപ്പുറത്ത് ദ്വീപസമൂഹത്തിൽ മാത്രമേ എത്തിയുള്ളൂ. പക്ഷേ അതിന് തൊട്ടു പുറകെ വന്ന ഈ കൊളംബസ് കണ്ടുപിടിച്ച ഇന്ത്യ അല്ലെന്ന് ബോധ്യമുണ്ടായിരുന്ന മറ്റൊരു നാവികൻ, അമേരിക്കോ വെസ്പൂച്ചി, അദ്ദേഹം ഇറ്റാലിയൻ നാവികനാണ്. അദ്ദേഹമാണ് അമേരിക്കയിലേക്ക് ചെല്ലുന്നതും അമേരിക്കൻ ഭൂഖണ്ഡം, തെക്കേ അമേരിക്കയിലാണ് അദ്ദേഹം ആദ്യം ചെന്നത്. തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും അടങ്ങുന്ന ഒരു ഭൂഖണ്ഡം തന്നെ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചത്. ഈ ഭൂഖണ്ഡം 1492 ഇവർ കണ്ടുപിടിക്കുന്ന കാലഘട്ടത്തിന് എത്രയോ നൂറ്റാണ്ടുകൾക്കും ആയിരക്കണക്കിന് വർഷങ്ങൾക്കും മുമ്പും ഉന്നതമായ ഒരു സംസ്കാരം ഉണ്ടായിരുന്ന രാജ്യമാണ് ഇന്ത്യ. അതോർക്കണം. ഈ 1492 ശേഷം അമേരിക്കയിലേക്ക് ചെന്നിരിക്കുന്ന ആളുകളെന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ചെന്നെന്ന് പറയുന്നത് നോർത്ത് യൂറോപ്യൻസാണ്. അവർ വൈക്കിങ്സ് എന്ന് പറയും. അവരാണ് ആദ്യം ചെന്നത്. റിക്സൺ എന്ന് പറഞ്ഞ ആളാണ് ആദ്യം പോയെന്ന് പറയും. പക്ഷേ പ്രധാനമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾ, അത് ഇംഗ്ലണ്ടാവട്ടെ, അല്ലെങ്കിൽ പോർച്ചുഗീസുകാരാവട്ടെ, സ്പെയിൻകാരാവട്ടെ, ഇറ്റലിക്കാരാവട്ടെ, ഇങ്ങനെയുള്ള ആളുകൾ ചെന്ന് അവർ കുടിയേറി പാർത്ത ഒരു സമൂഹത്തിൻ്റെ അനന്തര അവകാശികളാണ്. ആ നാട്ടുകാരെ മാറ്റി നിർത്തി, യഥാർത്ഥ അമേരിക്കക്കാരെ മാറ്റി നിർത്തി, അവരെ പുറകോട്ട് മാറ്റി അധികാരം കൈക്കലാക്കി ഈ ആളുകളാണിപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തുനിന്ന് ആളുകൾ വരുമ്പോൾ ഇന്ത്യയെ കണ്ടുപിടിക്കാൻ പോയിട്ടാണ് ഇങ്ങനെ ഒരു ഭൂഖണ്ഡമുണ്ടെന്ന് ലോക സംസ്കാരത്തിലേക്ക് ഒരു അറിവ് പോലും ഉണ്ടാവുന്നത് എന്നുള്ളൊരു ചെറിയ ബോധ്യമെങ്കിലും ഈ ആളുകൾക്ക് വേണ്ടേ.
അവരാണ് ഇന്ത്യയും ചൈനയും പോലെയുള്ള നരകക്കുഴികളെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സങ്കടം അതല്ല. ഇന്ത്യയും ചൈനയും പോലെയുള്ള നരകക്കുഴികളിൽ നിന്നും ഗർഭിണികളായ സ്ത്രീകൾ ഇവിടെ വന്ന് ഈ മണ്ണിൽ ആളുകളെ പ്രസവിച്ച് അമേരിക്കക്കാരൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒരു ജാള്യതയുമില്ലാതെ ആ ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരക്ഷരവും മിണ്ടാതെ നിസ്സംഗനായി മൗനിയായി നിലകൊള്ളുന്നു. ഇന്ത്യയിലെ 147 കോടി ജനങ്ങൾക്ക് ഇതിനേക്കാൾ അപമാനകരമായി എന്തെങ്കിലും ഉണ്ടോ? 1607 ബ്രിട്ടീഷുകാർ വന്നു തുടങ്ങിയ ജെയിംസ് ടൗൺ എന്ന് പറയുന്ന നഗരമാണ്, അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് കോളനിയാണ് ആധുനിക അമേരിക്കയുടെ തുടക്കം. അതേ ബ്രിട്ടീഷുകാരുടെ പാർലമെൻറ്റിൽ നിന്നുകൊണ്ട് മെക്കാളെ പ്രഭു പറഞ്ഞൊരു വാചകമുണ്ട് ഇന്ത്യക്കാരെ പറ്റി. മുമ്പിലിരിക്കുന്ന ബ്രിട്ടീഷ് പ്രഭുക്കന്മാരെ നോക്കിക്കൊണ്ട് മെക്കാളെ പ്രഭു പറഞ്ഞു, എൻ്റെയും നിങ്ങളുടെയും കഴിഞ്ഞ തലമുറ മരച്ചില്ലയിൽ നിന്നും മരച്ചില്ലയിലേക്ക് ചാടി നടക്കുമ്പോൾ ഉന്നതമായൊരു സംസ്കാരമുണ്ടായിരുന്ന രാജ്യമാണ് ഇന്ത്യ. ഇത് പറഞ്ഞത് ബ്രിട്ടീഷ് പാർലമെൻറ്റിലാണ്. ഈ ബ്രിട്ടൻ്റെയും സ്പെയിനിൻ്റെയും പോർച്ചുഗീസിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമൊക്കെ കുടിയേറിയ ആളുകളാണ് അമേരിക്കയിൽ വന്നത്. പിന്നീടാണ് അവിടെ ഒരു സംസ്കാരം ഉണ്ടാകുന്നത്, ഒരു രാജ്യമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉണ്ടാകുന്നത്. പിറന്നു വീണ മണ്ണിനെ ഒരു അന്യരാജ്യക്കാരൻ അപമാനിക്കുമ്പോൾ നിസ്സംഗമായി നിശബ്ദമായി നോക്കി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി നാടിന് അപമാനമാണ്. ഇനി എത്ര കാലം ഈ അവമാനം നമ്മൾ സഹിക്കേണ്ടി വരും എന്നെനിക്കറിയില്ല. പോയ വാരത്തിൽ എല്ലാ മലയാളിയുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്നത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വെടിമരുന്ന് കത്തി ഉണ്ടായ അപകടമാണ്. മരണസംഖ്യയൊക്കെ നമുക്കൊക്കെ അറിയാം. അതിനുശേഷം പൂരം എങ്ങനെ നടത്തണമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു, ചില തീരുമാനങ്ങളുണ്ടായിരിക്കുന്നു. നമുക്കറിയാം, ആനയും അമ്പാരിയും ഇല്ലാത്ത, കുടമാറ്റമില്ലാത്ത, വെടിക്കെട്ടില്ലാത്ത തൃശ്ശൂർ പൂരം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ചിത്രങ്ങൾ, അതിലെ പല ആഘോഷങ്ങളും ഒഴിവാക്കാൻ തീരുമാനിക്കും. കേരളത്തിൽ പൊതുവിൽ എല്ലായിടത്തും, അത് ഉത്സവമാവട്ടെ, പെരുന്നാളാവട്ടെ, അതുപോലെയുള്ള മറ്റ് ആഘോഷങ്ങൾ ഏതാണെങ്കിലും അവിടെയൊക്കെയും നമ്മൾ ആനകളുടെ എഴുന്നള്ളിപ്പും അതേപോലെ തന്നെ വെടിക്കെട്ടുമൊക്കെ ഉണ്ട്. ഈ സാഹചര്യത്തിലാണ് അതൊക്കെ നമ്മൾ പുനർചിന്തനം വീണ്ടും നടത്തേണ്ടി വരുന്നതിനെപ്പറ്റി. പ്രത്യേകിച്ചും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ഈ അപകടം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന അതിലേക്കാണ്. ഹസാഡസായിട്ടുള്ള, അപകടകരമായിട്ടുള്ള നടപടികൾ, അത് നമ്മുടെ ഫാക്ടറീസ് ആക്റ്റിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ അപകടകരമായ ഹസാഡസ് ഇൻഡസ്ട്രീസ് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? നിയമം വളരെ കൃത്യമായി പറയുന്നതാണ്. അത്തരം സാഹചര്യങ്ങളിൽ അപകടം ഒഴിവാക്കാൻ, അല്ലെങ്കിൽ അപകടങ്ങൾ വന്നാൽ അതിൻ്റെ ദോഷഫലങ്ങൾ ഏറ്റവും കുറയ്ക്കാൻ കഴിയുന്ന മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം. വെടിമരുന്ന് ഉപയോഗിക്കുന്ന അതൊരു എക്സ്പ്ലോസീവ് തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥലത്ത് എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിരിക്കണം? ഇവർ വായുവിലും അന്തരീക്ഷത്തിലുമൊക്കെ അരിഞ്ഞു ചേരുന്ന സാധനങ്ങൾ, അത് അപകടം ഉണ്ടാക്കാൻ, അത് ശ്വസിച്ചും വായിൽ പോയിട്ടുമൊക്കെ വരുന്നാൽ മാസ്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തീ പെട്ടെന്ന് പിടിക്കാതിരിക്കാൻ അതിനെ ഗാർഡ് ചെയ്യുന്ന രീതിയിലുള്ള യൂണിഫോം ഇടുന്നത് എന്ന് തുടങ്ങി ഏതെല്ലാം രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. നിർമ്മാണത്തിനകത്തെ സങ്കേതങ്ങൾക്കകത്ത് വ്യത്യാസം, ഇത്രയും ഗൗരവതരമായ അല്ലെങ്കിൽ ഇത്രയും വേദനാജനകമായ സംഭവങ്ങൾ നടക്കുമ്പോഴെങ്കിലും അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കണ്ടേ? മാറ്റങ്ങൾ വേണ്ടേ? അപ്പോൾ സുരക്ഷിതമായ രീതിയിൽ ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കേണ്ട ഒരു സമയമാണിത്. ഇത് ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ മാത്രം കണ്ടാൽ പോരാ. രണ്ട് രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്തൊന്ന്, രണ്ട് ഇതിനെ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന സ്ഥലത്ത്, മൂന്ന് ഇത് ഉപയോഗിക്കുന്നത് അമ്പലപ്പറമ്പുകളിൽ അല്ലെങ്കിൽ പള്ളി പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ചേരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ അപകടരഹിതമായി ഇതെങ്ങനെ നടത്താൻ കഴിയും? ആളുകൾ എത്ര അകലം പാലിക്കണം? ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ സുരക്ഷിതത്വം എങ്ങനെയായിരിക്കണം? ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ വളരെ വിശദമായ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടായാൽ മാത്രം പോരാ, അവ കൃത്യമായി നടപ്പാക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുകൂടി ആവശ്യമാണ് എന്ന് ഓർപ്പിക്കാതിരിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ ദിവസവും പാമ്പ് കടിയേറ്റ് മരിക്കുന്ന സ്ത്രീകളും കുട്ടികളും വലിയവരും ഒക്കെ ഉണ്ട്. നമുക്കിന് ചൂട് വല്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ്. അതൊരു ജീവിയാണ്. അതിന് തണുപ്പ് കിട്ടാൻ അത് സ്വാഭാവികമായും തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് വരും. അപ്പോൾ അതിന് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്താണ്? പാമ്പ് വരുന്നത് ഒഴിവാക്കാൻ, ഏതെങ്കിലും കാരണവശാൽ പാമ്പിൻ്റെ കടിയേറ്റാൽ എടുക്കേണ്ട മുൻകരുതലുകൾ. ഇപ്പോൾ നമ്മളത് കൃത്യമായിട്ട് പലതും വായിക്കുന്നുണ്ട്. അതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്.
എല്ലാവർക്കും ആക്ഷേപങ്ങൾ പറയാൻ എളുപ്പമാണ്. ആശുപത്രിയിൽ പോയി ചികിത്സ കിട്ടിയില്ല, വേണ്ടതുപോലെ നോക്കിയില്ല എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. നമുക്കറിയാം എല്ലാ പാമ്പിൻ്റെ വിഷത്തിനും ആൻറ്റിവെനം ഇല്ല. ഇനി ഈ ആൻറ്റിവെനം കൊടുക്കണമെങ്കിൽ ഏത് പാമ്പ് കടിച്ചുവെന്ന് കൃത്യമായിട്ടറിയണം. നമ്മുടെ കേരളത്തിൽ മൂർഖനും അണലിയും ശംഖുവരയനും അതൊക്കെ പിന്നെ രാജവെമ്പാല പോലത്തെ വലിയ ആളുകളുമൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ ഈ പറയുന്ന ഈ 3 ആദ്യം പറഞ്ഞ ഇനത്തിൽപ്പെട്ട പാമ്പുകൾ, അപ്പോൾ ഇതിലൊക്കെ ഏത് പാമ്പ് കടിച്ചുവെന്ന് കൃത്യമായി അറിഞ്ഞാൽ മാത്രമാണ് ആൻറ്റിവെനം കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഉള്ള ശ്രദ്ധയെടുക്കണം. 2, അങ്ങനെ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ വളരെ വിദഗ്ധമായ പല ആർട്ടിക്കിൾസും വരുന്നുണ്ട്. അത് കഴിയുന്നതും ആ മുറിപ്പാടിൽ വേറൊന്നും ചെയ്യരുതെന്നും, പറ്റുമെങ്കിൽ വളരെ ഫോഴ്സ് കുറഞ്ഞ് ചോര അതിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമേ ചെയ്യാവുള്ളൂ എന്നും, അല്ലാത്ത രീതിയിൽ ചെയ്യരുതെന്നും, അത് താത്തി വെച്ചിരിക്കണം മുറിവേറ്റ ഭാഗമെന്നും, വലിയ ഷെയ്ക്ക് ഉണ്ടാവാത്ത രീതിയിൽ 108 വിളിച്ച് ആശുപത്രിയിൽ പോകാൻ അതിന് ശ്രമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ജനങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. നമ്മുടെ ജീവിതം നമ്മുടേതാണ്. അതിനെ സംരക്ഷിക്കാൻ നമുക്ക് മാത്രമാണ് ഉത്തരവാദിത്വം. രാഷ്ട്രത്തിൻ്റെ എന്തെല്ലാം പിന്തുണ ഉണ്ടായാലും, ആരോഗ്യവകുപ്പിൻ്റെ എന്തെല്ലാം സഹായങ്ങളുണ്ടായാലും ആ സഹായങ്ങളിൽ എത്തിച്ചേരുന്നതിന് മുമ്പുള്ള ജീവിതത്തിൻ്റെ ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഈ മുൻകരുതലുകൾ വളരെ കൃത്യമായി എടുക്കാനും ഈ പാമ്പിൻ്റെ ഒരു അപകടം വീടുകളിൽ വരുന്നതിന് ഒഴിവാക്കാനുമുള്ളതിനെ പറ്റിയിട്ടൊക്കെ ആ വക ചിന്തകൾ ഗൗരവതരമായി ഉണ്ടാവേണ്ടിയിരിക്കുന്നു.